ദശകം 14 ശ്ലോകം 8 വായിച്ച് അർത്ഥം പറയുന്നു. ശതവർഷമഥവ്യതീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപാഃ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്സ്വജ്ജനനോത്സുകോ നവാസീത്. അപ്പം ഇതിൽ പറയണത് ശതവർഷമഥ, ആ ശതവർഷം, ശതം എന്ന് പറഞ്ഞാൽ 100, അഥ അനന്തരം, ആ 100 വർഷം കഴിച്ചു കൂട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ദേവഹൂതിയും കർദമനും കൂടി 100 വർഷം കഴിച്ചു കൂട്ടി എന്ന് പറഞ്ഞു. 100 വർഷം കഴിച്ചു കൂട്ടിയിട്ട് അനന്തരം വ്യതീത്യ കഴിച്ചു കൂട്ടിയിട്ട് 100 വർഷം കഴിച്ചു കൂട്ടിയിട്ട് സ്വയം അദ്ദേഹം സ്വയം സഹക അയം സ്വയം ആ കർദമൻ നവകന്യ 9 പുത്രിമാരെ സമവാപ്യ കിട്ടിയിട്ട് 9 പുത്രിമാരെ കിട്ടിയിട്ട് ധന്യരൂപ നല്ല സുന്ദരികളായിട്ടുള്ള ധന്യരൂപത്തോടു കൂടിയ പുത്രിമാരെ കിട്ടിയിട്ട് വനയാന സമുദ്യതോ, വന എന്ന് പറഞ്ഞാൽ കാട്, വനയാന ആ പോക്ക് കാട്ടിലേക്ക് സമുദ്യത പുറപ്പെട്ടു, വനയാന പുറപ്പെട്ടു. അപി എങ്കിലും, അപി കാന്താഹിതകൃത് ആ പത്നിയുടെ ഇഷ്ടം മാനിച്ചിട്ട് നിന്തിരുവടി ത്വജ്ജനോത്സുകോ നിന്തിരുവടിയുടെ ജനനത്തെ ഭഗവാൻ വന്ന് ജനിക്കണം എന്നുള്ള ആ വരം കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഭഗവാൻ എന്ന് വന്ന് ജനിക്കും എന്നുള്ള ആ ജനനത്തെ ഉത്സുകോ നവാസീത് ആ ജനനത്തെ ആഗ്രഹിച്ചിട്ട് ഭഗവാൻ വന്ന് 9 പുത്രിമാരും ഭഗവാൻ വന്ന് ജനിക്കുമെന്ന് വരം കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഭഗവാൻ വന്ന് ജനിക്കുന്നതും പ്രതീക്ഷിച്ച് ഉത്സുക ആഗ്രഹിച്ചിട്ട് നവാസീത് അവിടെ തന്നെ താമസിച്ചു, ദേവഹൂതിയുടെ കൂടെ അവിടെ തന്നെ താമസിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അദസ അയം ആ അദ്ദേഹം അനന്തരം ആ കർദമൻ ശതവർഷം വ്യതീത്യ 100 വർഷം ഇങ്ങനെ കഴിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ സന്തോഷമായി വിഹരിച്ചു. 100 വർഷം കഴിച്ചു കൂട്ടിയിട്ട് നവകന്യ ആ സുന്ദരിമാരായ 9 പുത്രിമാരെ കിട്ടിയിട്ട് വനയാന സമുദ്യത അപി കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു. എങ്കിലും കാന്താഹിതകൃത് ആ പത്നിയുടെ അഭിപ്രായത്തെ മാനിച്ചിട്ട് ത്വം ഭഗവാനെ നിന്തിരുവടി വന്ന് ജനിക്കും എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനു വേണ്ടി ദേവഹൂതിയുടെ കൂടെ അവിടെ തന്നെ താമസിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയണത്.